ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡിങ് ഡേ ആണ്. സോ ഐ വാസ് പ്ലാനിങ് ടു ഗോ ദെയർ ആക്ച്വലി. ഞാൻ ഓർത്തു എനിക്ക് പിന്നെ ഒരു വ്ളോഗ് ആക്കാമെന്ന്. ഐ ഹാഡ് ഓൾറെഡി മെൻഷൻ ഇൻ മൈ പ്രീവിയസ് വ്ളോഗ് ലൈക്ക് എനിക്കിങ്ങനെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കുന്ന കാര്യം ഞാൻ മറന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടു പോകാറുണ്ട്. അങ്ങനെ വിട്ടു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല. അതർവൈസ് ഐ വിൽ പോസ്റ്റ് ദിസ് ആൻഡ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഒരു ഷോർട്സ് ആയിട്ട് അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കുറേ ടൈം പോകുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം. ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, പ്ലീസ് ടു ഇഗ്നോർ ദാറ്റ്. ഓക്കെ, അമ്മ തുണി അലക്കുന്ന സൗണ്ടാണ് തോന്നുന്നു, അതും കേൾക്കുന്നുണ്ട് തോന്നല്ലേ. എനിവേ, അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാ ഞാൻ ഡ്രസ്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദിസ് യെല്ലോ ആണ്. സോ അപ്പം കാണാമല്ലേ, ലെറ്റ്സ് ഗോ. ഞാൻ ഫേസ് വാഷ് ഇട്ടൊന്ന് സെറ്റൊക്കെ ആക്കിയിട്ട് പിന്നെ എൻ്റെ സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്ത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഓൾറെഡി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു പോയി ചെക്കൗട്ട് ചെയ്യുക. വെയിറ്റ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ റെഡി ആവുകയാണ്. ആക്ച്വലി ഇന്ന് എന്നെ കൂട്ടാൻ വരുന്ന എൻ്റെ ഫ്രണ്ടിനെയും പിന്നെ 2-3 വേറെ 3 ഫ്രണ്ട്സും ഉണ്ട്. ഇവരെയൊക്കെ ഞാൻ ആക്ച്വലി സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് കാണുന്നത് ഈ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം കുറേ നൊസ്റ്റാൾജിക് മൂമെൻറ്റ്സ് ഉണ്ടായി. പിന്നെ നല്ല രസമുണ്ടായി. നമ്മുടെ പണ്ടത്തെ വൈബൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പം ഞാൻ റെഡിയൊക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം അവൻ വരണം, എന്നിട്ട് അവൻ്റെ കൂടെ കയറി പോകണം, എന്നിട്ട് വേറെ 3 ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യണം. ഫുൾ മെസ്സായിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് എന്തായാലും ഒരു ക്ലീനിങ് പരിപാടി ഉണ്ടാവും. കാരണം ഒന്ന് റെഡി ആവുന്നതാണ്. ആക്ച്വലി എല്ലാ ഗേൾസിനും അറിയാമായിരിക്കും അല്ലേ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഫുൾ വലിച്ചു വരും, സാധനങ്ങൾ തപ്പും. അതൊരു എപ്പോഴും കാണുന്ന സാധനം ആ സമയത്ത് കറക്റ്റ് കാണില്ല. അങ്ങനത്തെ കുറേ ഇതിൽ ഞാൻ ഫുള്ള് ഇതാ മെസ്സാണ്. എൻ്റെ റൂം ഫുൾ ക്ലീൻ ആക്കണം. അപ്പോൾ വന്നിട്ട് അതൊക്കെ ചെയ്യാം. അപ്പം കാണാം കേട്ടോ കല്യാണത്തിന്. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ആക്ച്വലി ഞാൻ ഒരു വെഡിങ്ങിന് പോകാമെന്ന് പറഞ്ഞില്ലേ. സോ ഷി വാസ് മൈ സ്കൂൾ ഫ്രണ്ട്. ഞാൻ 5th ഞങ്ങൾ രണ്ടും ഒരുമിച്ച് മീൻസ് ഞങ്ങൾ കണ്ടുമുട്ടുന്ന 5th സ്റ്റാൻഡേർഡിലാണ്. 5th തൊട്ട് 12th വരെ ഒരുമിച്ചായിരുന്നു, സെയിം സ്കൂളിൽ. അപ്പം ഞാൻ സ്കൂൾ മാറി ചെന്നപ്പം ആദ്യം ആയിട്ട് പരിചയപ്പെട്ട ഒരാളാണ് അൻസു. സോറി ഞാൻ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ, അൻസു. സോ 12th കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ഇതാ മാരേജിൻ്റെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എനിവേ, ഐ എം സോ ഹാപ്പി ഫോർ യു അൻസു. ആൻഡ് വിഷിങ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. നീ ഇത് കാണുമെന്നൊന്നും എനിക്കറിയില്ല. എനിവേ, ഐ വിഷ് ദാറ്റ് ഫോർ യു. അപ്പം എന്തായാലും നമുക്കിനി കല്യാണ വ്ളോഗിൽ കാണാം. ഞാൻ അവന് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. അവനൊരു 10:15 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ 9 മണിയായപ്പോഴേ റെഡി ആയിട്ടിരിക്കുകയാണ്. 9:15 അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിൽ കാണാം. ആർ യു ഗൈസ് എക്സൈറ്റഡ്? അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് പള്ളി എത്തുന്നിടം വരെ ഞങ്ങൾ കുറേ സംസാരിച്ചു. സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതായിരുന്നു ചെക്കനും പെണ്ണും. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ സദ്യ കഴിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നോൺ വെജ് സദ്യ കഴിക്കുന്നത്. കിഡിലെ സദ്യയായിരുന്നു. അപ്പോഴും കുറേ സംസാരമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. എത്ര വർഷങ്ങൾക്ക് ശേഷമല്ലേ ഞങ്ങൾ തമ്മിൽ കാണുന്നതെന്ന് ഓർത്തിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് സെറ്റായി. പിന്നെ ഞങ്ങൾക്ക് അവളെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നില്ല, കുറച്ച് തിരക്കുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അവളെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ എല്ലാവരും കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറേ സംസാരിച്ചിട്ടാണ് തിരിച്ചു പോയതൊക്കെ. എന്തായാലും നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. ഈ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് എത്ര വർഷത്തിന് ശേഷം ഞങ്ങൾ കാണുന്നതെന്നറിയും. എനിവേ, ഹാപ്പി മാരീഡ് ലൈഫ് അൻസു. ഇതായിരുന്നു ചെക്കനും പെണ്ണും. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ഓക്കെടാ, ബൈ.